ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ മിക്സിയിലോട്ട് നമുക്ക് ആദ്യം തൈര് ചേർത്ത് കൊടുക്കാം. അധികം പൊടിയില്ലാത്ത തൈരാണ്. അത് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് റവയാണ് ചേർക്കുന്നത്. അത് 1/3 കപ്പ് ഉണ്ട്, അത് ചേർത്തു. ഇനി ഇതേ അളവിൽ തന്നെ തേങ്ങയും ചേർത്തിട്ടുണ്ട്, 1/3 കപ്പ്. പിന്നെ ഇതാ നമ്മൾ ചോറാണ് എടുക്കുന്നത്, അതും 1/3 എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ രാഗിയാണ് എടുക്കുന്നത്, രാഗിപ്പൊടിയും അതേ അളവിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ആട്ടപ്പൊടി മാത്രം 1 കപ്പ് എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം 1/3 കപ്പാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് മിക്സാക്കിയ സമയത്ത് നമുക്കൊന്ന് കട്ടയായിട്ട് നിൽക്കുന്നത്, അപ്പോൾ ഇത് കുറച്ചും കൂടി ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എത്ര വെള്ളം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനാക്കിയിട്ട് അരക്കണമെന്നില്ല, തേങ്ങേൻ്റെ ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഒരുപാട് ലൂസാക്കാൻ പാടില്ല, ഇത്രയും കട്ടിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം മാറ്റി വെക്കുക. ഇനി ഇതിനായിട്ട് നമ്മളൊരു ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇത് 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, പിന്നെ ഇതാ 1 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുകും വറ്റൽമുളക് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ചട്നി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം, ഓവർ ചൂടാക്കണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളിക്കായിട്ട് ഞാനിവിടെ തൈര് തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം പുളിയുള്ള തൈരല്ല, ചെറിയൊരു പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിലോട്ട് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ടാണ് ചേർക്കുന്നത്. ഇതില്ലാതെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 രീതിയിലുള്ള ദോശ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ പാനിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ചൂടായ പാനിലോട്ട് കുറച്ച് മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ലോണം തിന്നാക്കണ്ട, ചെറിയ തടിയിൽ തന്നെയാണ് പരത്തുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ഓട്ടയൊക്കെ വീണിട്ടുള്ള നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ദോശയാണ്. ഇനി വേറൊരു രീതിയിൽ നോക്കാം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്ത ഒരു മാവാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ നല്ല ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലും ചെറിയ ഓട്ടയൊക്കെ വീഴും, കാരണം നമ്മൾ ഇത് അത്ര നല്ല സോഫ്റ്റ് രീതിയിൽ തന്നെയാണ് അരച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യോ എണ്ണയോ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് തടവിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് ഇതും. അപ്പോൾ നല്ലോണം മൊരിയിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ദോശയുടെ റെസിപ്പിയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല സോഫ്റ്റുള്ള ഒരു ദോശയാണ് കേട്ടോ. നമ്മൾ എത്ര ചുരുട്ടിയാലും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.